ഹായ് എവരി വൺ, വെൽക്കം ടു E-Commerce ക്ലാസ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നീഡ് ഫോർ എ വെബ്സൈറ്റ് എന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ബിസിനസ് ഓർഗനൈസേഷന് ഒരു വെബ്സൈറ്റ് ഉണ്ടാകുന്നതിൻ്റെ ആവശ്യം അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനം, അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഇതിനെ ഡെവലപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും. അതിലൊന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ഗ്ലോബൽ പ്രസൻസ് സാധ്യമാണെന്നുള്ളതാണ്. ഒരു വെബ്സൈറ്റ് ഒരു ബിസിനസ്സിന് എപ്പോഴും ഗ്ലോബൽ മാർക്കറ്റിലേക്കുള്ള ഒരു ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മളൊരു ബിസിനസ് ലോക്കൽ കസ്റ്റമേഴ്സിനെയൊക്കെ ഫോക്കസ് ചെയ്യേണ്ടി വരുന്ന ഇതിൽ നിന്ന് മാറിയിട്ട് ഒരു ഗ്ലോബലായിട്ടുള്ള കസ്റ്റമേഴ്സിലേക്കുള്ള ഒരു റീച്ച് എപ്പോഴും ബിസിനസ്സിന് കൂടുതലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നൽകും. അവരുടെ പ്രൊഡക്റ്റിനും അതേപോലെ അവരുടെ ബിസിനസ്സിനൊക്കെ വലിയ ഡിമാൻഡ് ഉണ്ടാക്കാനും അതേപോലെ വളരെ വലിയ ഒരു ആക്സസ് ഗ്ലോബൽ കമ്മ്യൂണിറ്റിയിലേക്ക്, ഗ്ലോബലായിട്ടുള്ള ഒരു കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ഒന്നാമതായിട്ട് പറയുന്ന ഒരു നീഡ്. വേൾഡ് വൈഡ് വെബ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും ഒരു വെബ്സൈറ്റിലൂടെ ലഭ്യമായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റ് ഒരു ബിസിനസ്സിന് വേൾഡ് മാർക്കറ്റിലേക്കുള്ള, ഗ്ലോബൽ മാർക്കറ്റിലേക്കുള്ള ഒരു ഡോറായിട്ട് മാറി വരും എന്നാണ് പറയുന്നത്. രണ്ടാമതായിട്ട് ഇൻഫർമേഷൻ റെഫറൻസ് ആണ്. നമുക്കറിയാം, ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടൻറ്റ് റിച്ച് ആയിട്ട് ഒരു ബിസിനസ്സിനെ വേൾഡ് കമ്മ്യൂണിറ്റിക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതായത് ഒരു വെൽ ഓർഗനൈസ്ഡ് മാനറിൽ ബിസിനസ്സിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വൈഡ് റേഞ്ച് ഓഫ് ഇൻഫർമേഷൻ, ഒരുപാട് എൻഹാൻസ്ഡ് ആയിട്ടുള്ള നല്ല ഒരു വെബ്സൈറ്റിനകത്ത് വളരെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അവിടെ ലിമിറ്റേഷനൊന്നുമില്ല. അവിടെ ഗ്രാഫിക്കലായിട്ടും വീഡിയോസായിട്ടും ഓഡിയോസായിട്ടും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഫോമിൽ ഒരു വെബ്സൈറ്റിൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എല്ലാ ഇൻഫർമേഷനും കൊടുക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം. അപ്പോൾ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ആ ബിസിനസ് സംബന്ധമായിട്ടുള്ള ഇൻഫർമേഷൻ റെഫർ ചെയ്യാനുള്ള, അത് ആക്സസ് ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. മൂന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത് പ്രൊഫഷണൽ ഇമേജ് ആണ്. നന്നായിട്ട് ഒരു സെറ്റ് ചെയ്തിരിക്കുന്ന, കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു വെബ്സൈറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു വെബ്സൈറ്റ് ഏറ്റവും നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷന് വളരെ വലിയ ഒരു ഇമേജ്, പ്രൊഫഷണൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇമേജ് ക്രിയേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ധാരാളം ടെക്നിക്സ് ഉണ്ട്. ബിസിനസ് കാർഡുകൾ അടക്കമുള്ള ഒരുപാട് ടെക്നിക്കുകളുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറം ന്യൂസ് ലെറ്റേഴ്സ് പോലെയുള്ള ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അതിന് പ്രൊഫഷണൽ ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറേ ടൂൾസ് ഉണ്ട്. പക്ഷെ നമ്മളെല്ലാ ടൂളിനേക്കാളും, ബിസിനസ് കാർഡ് ആയാലും ന്യൂസ് ലെറ്റേഴ്സ് ആണെങ്കിലും, ഈ ടൂളുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ഡ്യൂറബിലിറ്റി ഉള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടി കസ്റ്റമേഴ്സിന് കുറച്ചുകൂടി സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള, റിച്ച് ആയിട്ടുള്ള കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ ഒരു വെബ്സൈറ്റിന് സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും ബിസിനസ്സിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ, എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റ് എന്ത് ചെയ്യും, അതിനെ സഹായിക്കും. അപ്പോൾ അതാണ് നമുക്ക് മൂന്നാമതായിട്ട് പറയാനുള്ള പോയിന്റ്. നാലാമതായിട്ട് നമുക്ക് പറയാനുള്ളത് വെബ്സൈറ്റ് റെഫറൻസ് ആണ്. വെബ്സൈറ്റ് റെഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഇതിൻ്റെ മാർക്കറ്റിംഗ് മെറ്റീരിയൽസ്, ഒരു ബിസിനസ്സിൻ്റെ ബിസിനസ് കാർഡ്, ബ്രോഷറുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റേഴ്സ്, ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ബിസിനസ്സിൻ്റെ ഈ തരത്തിലുള്ള പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയൽസിലും ഒരു റെഫറൻസ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ കാണാറുണ്ട്, ഒരു ബിസിനസ്സിൻ്റെ ആഡൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവും, www എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊരു റെഫറൻസിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു നീഡാണ്. അതായത് നമുക്ക് സാധാരണ ഒരു ബ്രോഷറിലോ ഒരു പോസ്റ്ററിലോ ഒക്കെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റയ്ക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ ആ ലിമിറ്റേഷൻ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റിയിട്ട് ഒരു വെബ്സൈറ്റിൻ്റെ റെഫറൻസ് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് അതിനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റും. അഞ്ചാമത്തെ പോയിന്റ് E-Commerce തന്നെയാണ്. അതായത് ഒരു വെബ്സൈറ്റിലൂടെയാണ് ശരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞു, E-Commerce എന്ന് പറയുന്നതിൻ്റെ സ്റ്റോർ ഫ്രണ്ടാണ് ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
നമുക്ക് എന്താ പറയാൻ പറ്റുക, ഒരു ബിസിനസ് സ്ഥാപനത്തിന് അതിൻ്റെ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് ഏറ്റവും എഫക്റ്റീവായിട്ട് നല്ല ഗൂഡ്സ് ആൻഡ് സർവീസസ് ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഈസിയർ ആയിട്ടുള്ള ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു മാർഗമായിട്ട് നമ്മൾ പറയുന്നത് ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇ-കൊമേഴ്സ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഒരു വെബ്സൈറ്റ് നിർബന്ധ ഘടകമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ദെൻ ആറാമത്തെ ഒരു പോയിന്റ് നമ്മൾ പറയുന്നത് കസ്റ്റമേഴ്സ് കോണ്ടാക്റ്റ് ആൻഡ് ഫീഡ്ബാക്കാണ്. നമുക്കറിയാം ഒരു വെബ്സൈറ്റിനകത്ത് ഫീഡ്ബാക്കിനും അതേപോലെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് അവർക്കൊരു ബിസിനസ്സിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ നൽകുന്നു. അതേപോലെ ഒരു ഇൻ്ററാക്റ്റീവ് മാനറിലൂടെ ആയിരിക്കും ഒരു വെബ്സൈറ്റ് എപ്പോഴും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സുമായിട്ട് റെഗുലറായിട്ടുള്ള ഒരു ഇൻ്ററാക്ഷൻ സാധിക്കുന്ന രീതിയിൽ, കോണ്ടാക്റ്റ് സാധിക്കുന്ന, ഡയറക്റ്റായിട്ട് കസ്റ്റമേഴ്സുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന പോലെയുള്ള ഒരു പ്രസൻസ് ആണ് എപ്പോഴും ഒരു വെബ്സൈറ്റ് നൽകുന്നത്. അതുപോലെ തന്നെ കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഫീഡ്ബാക്കുകളും കസ്റ്റമേഴ്സിന് നൽകാനുള്ള ഒരു സാഹചര്യം ഒരു വെബ്സൈറ്റിനകത്ത് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള ഫീഡ്ബാക്കുകൾ കൊടുക്കാനും ബിസിനസ്സുമായിട്ട് കോൺടാക്ട് ചെയ്യാനൊക്കെ അത് സഹായിക്കുന്നുണ്ട്. അടുത്ത ഒരു പോയിന്റ് നമ്മൾ പറയാനുള്ളത് കസ്റ്റമേഴ്സ് എഡ്യൂക്കേഷനാണ്. കസ്റ്റമറിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ, എങ്ങനെയാണ് കസ്റ്റമറിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്? നമുക്കറിയാം ഇന്നത്തെ ഒരു മോഡേൺ കൺസ്യൂമർ സൊസൈറ്റിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് ധാരാളം ഇൻഫർമേഷൻ ആവശ്യമുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ട്. സാധാരണ ഇതിൽ ഒരുപാട് ചീറ്റിങ്ങുകളും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു നല്ല ബയർ എന്ന് പറയുന്നത് എപ്പോഴും ധാരാളം ഇൻഫർമേഷൻ കളക്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു ബയർ ഒരു കാര്യം പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ഒരു കസ്റ്റമറെ ഫീലിംഗ് എക്സൈറ്റഡ് അല്ലെങ്കിൽ ഫീലിംഗ് ബെറ്റർ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ അവരെ നന്നായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു വെബ്സൈറ്റിലൂടെ എപ്പോഴും ഒരു കസ്റ്റമറെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും അതിൻ്റെ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ ഇൻഗ്രീഡിയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ആ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ, അതിൻ്റെ മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനും അവർ പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്ട്രാ സർവീസസിനെ കുറിച്ചിട്ട് അറിയാനും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവരെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വെബ്സൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബിസിനസ് സ്ഥാപനത്തിനെ കസ്റ്റമർ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഒരു മാർഗമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ദെൻ എട്ടാമത്തെ പോയിന്റ് നമ്മൾ പറയുന്നത് ലിങ്ക്സ് ടു അതർ വെബ്സൈറ്റ് ആണ്. നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ, ഒരു ബിസിനസ് സ്ഥാപനത്തിനൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് മറ്റുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളിലേക്കുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സൈറ്റുകളിലേക്കുള്ള ലിങ്കുകൾ അതിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അത് കസ്റ്റമറെ കുറച്ചും കൂടി സാറ്റിസ്ഫാക്ടറി ആയിട്ട്, നമുക്കറിയാം ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് വെബിൻ്റെ ഒരു ഗേറ്റ് വേ ആണ് എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ ടോട്ടലായിട്ട് വേൾഡ് വൈഡ് വെബിലേക്കുള്ള അല്ലെങ്കിൽ അതർ വെബ്സൈറ്റിലേക്കുള്ള നമ്മുടെ ബിസിനസ്സിൻ്റെ അതേ നാച്ചുറലുള്ള വെബ്സൈറ്റിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ സെയിം നാച്ചുറലുള്ള പ്രൊഡക്റ്റിനെ കമ്പയർ ചെയ്യാനും അതിലേക്ക് പോകാനും കൂടുതൽ ഡെൻസിറ്റി ഉള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതേ കസ്റ്റമറെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ അതർ വെബ്സൈറ്റുകളുടെ ലിങ്ക് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ്. അത് പ്രൊവൈഡ് ചെയ്യാൻ ഒരു വെബ്സൈറ്റിലൂടെ സാധിക്കും. ദെൻ അടുത്തൊരു പോയിന്റ് വരുന്നത് ലിങ്ക്സ് ഫ്രം അതർ വെബ്സൈറ്റ് ആണ്. അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മുടെ അതേ നാച്ചുറലുള്ള, അതല്ലെങ്കിൽ ഒരു കസ്റ്റമർ സെർച്ച് ചെയ്യുന്ന വിവിധ വെബ്സൈറ്റുകളിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കുകൾ പ്രൊവൈഡ് ചെയ്യാനും നമുക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടായാൽ മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനെ മറ്റുള്ള വെബ്സൈറ്റുകളിൽ നമ്മുടെ ലിങ്ക് പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വെബ്സൈറ്റിൻ്റെ പോപ്പുലാരിറ്റി എൻഹാൻസ് ചെയ്യപ്പെടും. അതിലൂടെ നമ്മുടെ ബിസിനസ് കൂടുതൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് സെയിം നാച്ചുറലുള്ള ബിസിനസ്സുകൾ സാധാരണഗതിയിൽ ഓരോ വെബ്സൈറ്റിലും അതർ വെബ്സൈറ്റുകളുടെ ലിങ്കുകൾ കൊടുക്കാറുണ്ട്. അത് അവരുടെയും ഒരു പോപ്പുലാരിറ്റിയുടെയും അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊമോഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പരസ്പരം സഹകരിച്ചുകൊണ്ട് ചെയ്യുന്ന ഇത്തരം ആക്ടിവിറ്റീസ് ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ അതർ വെബ്സൈറ്റിൽ നമ്മുടെ ലിങ്കുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ടും പറ്റുള്ളൂ.
അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ബിസിനസ് പ്ലാനിങ് ആണ്. ബിസിനസ് പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപാട് സ്റ്റെപ്പുകളിലൂടെ കടന്നു വന്നിട്ടാണ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ആ പ്രോസസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ്സിൻ്റെ സ്കോപ്പ് എന്താണെന്നും ബിസിനസ്സിൻ്റെ ഡയറക്ഷൻ ഏതാണെന്നൊക്കെ മനസ്സിലാക്കാൻ ഇവിടെ ബിസിനസ്സിനെ സഹായിക്കും. കാരണം വെബ്സൈറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ബിസിനസ്സിൻ്റെ സ്കോപ്പ് എന്ന് മനസ്സിലാക്കാൻ ഒരു വെബ്സൈറ്റ് ക്രിയേഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇത് ലാസ്റ്റ് നമുക്ക് പറയാവുന്ന ഇതിൻ്റെ ഒരു നീഡായിട്ട് നമ്മൾ പറയുന്നൊരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ കോസ്റ്റ് എന്നുള്ളതാണ്. ലോ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മളൊരു ബിസിനസ് റൺ ചെയ്യുന്നതിന് നമുക്ക് ധാരാളം കോസ്റ്റുകളുണ്ട്. പക്ഷെ നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മൾ കമ്പാരിറ്റീവ്ലി നമുക്ക് വളരെ കുറഞ്ഞ കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ നമുക്ക് ആ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഉണ്ടാകുന്ന വളരെ വലിയ ഒരു റീച്ച് എന്ന് പറയുന്നത്, അതിൽ നിന്നുള്ള ബെനഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മളെ ബിസിനസ്സിനെ അത് പല തരത്തിൽ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബിസിനസ്സിൻ്റെ കമ്പ്യൂട്ടിങ്ങും അതേപോലെ ടെലികമ്മ്യൂണിക്കേഷൻസും അതേപോലെ പ്രൈസും പെർഫോമൻസും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോർമലി മറ്റു മാർഗങ്ങളിലൂടെ നമ്മൾ ചിലവഴിക്കുന്ന പണം, അതിന് വേണ്ടി വരുന്ന കോസ്റ്റിനേക്കാൾ വളരെ കുറഞ്ഞ മെയിൻ്റനൻസ് ചാർജ് മാത്രമേ ഒരു വെബ്സൈറ്റിന് വരുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് മെറിറ്റ്സ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് എ വെബ്സൈറ്റ് എന്നുള്ള രീതിയിലോ ഒക്കെ നമ്മളോട് ചോദിക്കാവുന്നതാണ്. അപ്പം നീഡ് ഫോർ എ വെബ്സൈറ്റ് എന്നുള്ള ഒരു പോയിന്റ് മാത്രമായിട്ട് ഇതിനെ കണക്കാക്കരുത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.